ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെയും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യയിലായിരിക്കാൻ ദൈവം തരുന്ന സാവകാശത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലെ ഓരോ മീറ്റിങ്ങിൽ കൂടെയും സംസാരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാട്ടിലായിരിക്കുന്ന സഹോദരങ്ങൾക്ക് മടങ്ങി വരുവാനിടയായി തീർന്നു. പലരുടെയും യാത്രയിൽ കർത്താവ് സഹായിച്ചു. എന്നതൊക്കെ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു ഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം. ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 1-4, 1-4 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങൾ. Yeah, praise the Lord. Then Jesus, being filled with the Holy Spirit, returned from Jordan and was led by the Spirit into the wilderness, being tempted for 40 days by the devil. And in those days he ate nothing. And afterward, when they had ended, he was hungry. And the devil said to him, If you are the Son of God, command this stone to become bread. But Jesus answered him, saying, It is written, Man shall not live by bread alone, but by every word of God. വളരെ സുപരിചിതമായ ഭാഗമാണ്. എല്ലാ സുവിശേഷങ്ങളിൽ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത, കർത്താവായ യേശു ക്രിസ്തുവിനെ ടെസ്റ്റ് ചെയ്ത ഭാഗമാണ്. നമ്മുടെ സൺഡേ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ച, എല്ലാവരും പഠിക്കാത്ത ആരും കാണത്തില്ല അല്ലേ? എവരിബഡി നോസ് ദിസ്, റൈറ്റ്? യു നോ ദിസ്. എത്ര ടെംപ്ടേഷൻ എഴുതിയേക്കുന്നത്? 3. വെരി ഗുഡ്. 3 ടെംപ്ടേഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച ഭാഗമാണിത്. അപ്പം ഇന്ന് നമ്മൾ പല ആവൃത്തി നമ്മൾ പ്രാർത്ഥനയിലൊക്കെ പ്രിയ സഹോദരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആർ യു റിയലി സീക്കിങ് വാട്ട് യു റിയലി വാസ് സിംഗിങ്? നമ്മൾ പാട്ടൊക്കെ പാടി ചില സ്റ്റാൻസൊക്കെ പാടിയത് എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണോ എന്നുള്ളത് വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് യാഗമായി നമ്മൾ പാടി അല്പം എനിക്ക് ഇങ്ങുള്ളതെല്ലാം ഞാൻ യാഗാർപ്പണമൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പാടി. ഐ ഹോപ്പ് അതാ സൗരൻ ചോദിച്ചത്, ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് സൗരൻ പറഞ്ഞത്. ഓക്കെ, എനിവേ, അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലെ ആദ്യത്തെ വാക്ക് 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, ബീങ് ഫിൽഡ്. ദെൻ ജീസസ് ബീങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ അധ്യായങ്ങളൊക്കെ പിന്നീടാണ് തിരിച്ചത്. ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാനാൽ സ്നാനപ്പെട്ടതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം അടുത്തത് പിന്നീട് നമ്മൾ കാണുന്നത് സ്നാനപ്പെട്ടതിന് ശേഷം ആദ്യം പോകുന്നത് എങ്ങോട്ടാണ്? ബീങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ഹി ഈസ് ബീങ് ഡയറക്റ്റഡ് ഇൻ ടു ദ വിൽഡർനെസ്. ഓക്കെ, ബാക്കി ഒന്നുകൂടെ വായിച്ച് 4-1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഞാൻ ഒത്തിരി പല കെയിം ഇൻ ടു ദ ഫെയ്ത്ത്, വിശ്വാസത്തിലോട്ട് വന്ന സമയത്ത് പല പാസ്റ്റേഴ്സിനെയും അല്ലെങ്കിൽ പല ഇവാഞ്ചലിസ്റ്റിനെയും ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ കാണുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതത്തോട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ചെയ്യുന്നു. അപ്പം അവർ കൈ വെക്കുമ്പോൾ ഇന്ന കാര്യം നടക്കുന്നു, അവർ പറയുന്ന ഇന്ന് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന പോലെ പ്രവചിക്കുന്നു ഒക്കെ കാണുമ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടാണ് ഞങ്ങൾ വിശ്വാസത്തിലെ ലെവലിലോട്ടൊക്കെ വന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് വരുന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കാണുന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വരികാനായിട്ടൊക്കെ ചെയ്യുന്ന ആ ഇനീഷ്യൽ ഒരു സമയങ്ങളിലൊക്കെ. എന്നാൽ ദൈവവചനത്തിനകത്തോട്ട് അടുത്ത് വരുമ്പോഴാണ് യു റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ലോർഡ് ഈസ് എക്യുപ്പിംഗ് അസ് വിത്ത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുകൂടെ പറയുന്നത്, ദെൻ ജീസസ് ബീങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് റിട്ടേൺ ഫ്രം ജോർഡൻ ആൻഡ് വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഇൻ ടു ദ വിൽഡർനെസ്. നൗ നിങ്ങളൊക്കെ വിചാരിക്കുന്ന, അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്തായിരിക്കും, ഓക്കെ കർത്താവ് ഇങ്ങനെ വളരെ ഫ്ലാഷി ആയിട്ടുള്ള വലിയൊരു മിറക്കിളൊക്കെ ചെയ്യാൻ പോകുന്ന. പക്ഷേ കർത്താവിനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞോണ്ടേ എങ്ങോട്ടാണ് വിട്ടെ? മരുഭൂമിയിലോട്ട് വിട്ട്. Can you read in Tamil that verse? If you read that verse, actually it is different from what in മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് മരുഭൂമിയിൽ നിന്നാണ്. പക്ഷേ തമിഴിൽ എന്താ വായിക്കുന്നതായിരുന്നു? It's basically means forest, right? It basically means forest. You will really understand what exactly it means. It means forest. Okay, now we know in ഈ part of the region ഇപ്പം ഫോറസ്റ്റ് ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ it is quite difficult. പക്ഷേ we know it is total wilderness. അങ്ങനെ ഒരു സ്ഥലത്തിലോട്ട്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വി മീൻ സക്സസ് ഇൻ എവറിത്തിങ്, വെറെവർ വി ടച്ച് ഇറ്റ് വിൽ ബി സക്സസ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി വാട്ട് ജീസസ് വിൽ ബി ലെഡ് വിത്ത്. യേശു കർത്താവിനെ പോലും നയിച്ചത് അങ്ങനെയല്ല. സോ യു ലുക്ക് ഇറ്റ് ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ് സേസ് ദ ഹോളി സ്പിരിറ്റ് ഈസ് റിയലി ഹെൽപ്പിംഗ് അസ് വിത്ത് സംതിങ്. എന്തിനു വേണ്ടിയായിരുന്നു? ഹി ഈസ് ഗിയറിങ് അസ് ഫോർ എ ബാറ്റിൽ ഇൻ അവർ ലൈഫ്.
നമ്മളുടെ ജീവിതത്തിൽ യുദ്ധത്തിനായി സജ്ജമാക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. എത്ര പേര് അതിനെക്കൂടെ ആമീൻ പറയും? Praise the Lord. You understand? See, Jesus, after being filled in the Spirit, he said, get ready, you are going to be bombarded with devil. Now, how many of you are interested in that kind of an Holy Spirit? See, Holy Spirit, when he says, it comes to our life, he says, we're doing all these things, that is everybody likes. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ here, that comes to the reality. എന്താണ് the reality? The reality is, he says, he is led by the Holy Spirit into the wilderness. Wilderness is a place where nobody is going to support you. Nobody is going to help you with. ആരുമില്ല സഹായിക്കാൻ, ആരുമില്ല നടത്താൻ. എന്തൊരു പരിശുദ്ധാത്മാവായത് അല്ലേ? So you always learn from the scripture what God wants out of your life. ദൈവവചനത്തോടുകൂടെ ചേർന്ന് നടക്കുക. So you really understand what the Lord's dealings are in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നടത്തിപ്പ് എന്താണെന്ന് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടെ കയറി പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാകും. So Holy Spirit in our life is going to equip us with what? For the battle, for a journey forward. നമ്മളുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന യുദ്ധം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫാണ്. എല്ലാവരുടെയും ലൈഫ് ഒന്നല്ല, ഓരോരുത്തർക്കും പ്രത്യേകമായ വിഷ്യൂസാണ്. ചിലർക്ക് ഓഫീസിലെ വിഷയമാണ്, ചിലർക്ക് വീട്ടിലെ വിഷയം, ചിലർക്ക് പിള്ളേരുടെ വിഷയം. അങ്ങനെ വില വ്യത്യാസങ്ങളായിട്ടുള്ള പ്രയാസങ്ങളായിരിക്കും നമ്മൾ കടന്നു. പക്ഷേ എന്തിനാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കുമ്പോൾ ഈസ് എക്യുപ്പിംഗ് അസ് ഫോർ വാട്ട്? ഫോർ ദ ബാറ്റിൽ. ആ പോകുന്ന ജേർണിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും. പിള്ളേരെ നിങ്ങൾ കാണുന്ന ചില ഗെയിംസൊക്കെ കളിക്കുമ്പം you have life packets, right? You collect the life packet, the soldier become more strong, right? You have ammunitions, you're coming in, right? So exactly the same way, നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈസ് ബീങ് സ്ട്രെങ്ത്. സോ അത് തന്നെയാണ് യേശു കർത്താവിൻ്റെ ജീവിതത്തിലും കണ്ടത്. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ എന്താ കണ്ടത്? ഈസ് ബീങ് സ്ട്രെങ്തൻഡ് ടു ഫേസ് സംതിങ്. വാട്ട് വാസ് ദാറ്റ് ഹി ഫേസിങ്? അടുത്ത വാക്യം, രണ്ടാമത്തെ വാക്യം. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അതിന്റെ തൊട്ട് മേളിൽ, ഇച്ചിരി മേളിൽ, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഈ 40 ദിവസം നമ്മളിവിടെ എത്ര പരീക്ഷ എഴുതിയെന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ടെംപ്ടേഷൻ ഇസ് there? You said 3, right? പക്ഷേ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 40 days he is being tempted. Day in and day out, day in and day out he is being tempted. That's what we understand. What are the details? We don't know. എഴുതിയിട്ടില്ല, അറിയത്തില്ല. പക്ഷേ സ്പെസിഫിക് ആയിട്ട് 3 എണ്ണം എഴുതിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഒന്നും നോക്കാൻ സമയമില്ല, ഒറ്റ ഒരെണ്ണം മാത്രമേ നമുക്കൊന്ന് നോക്കാൻ സമയമുള്ളൂ. ഓക്കെ, സോ സ്പെസിഫിക് ആയിട്ട് ഒരു 3 എണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ബീങ് ടെംപ്റ്റഡ് ബൈ ദ ഡെവിൾ കണ്ടിന്യൂസ്ലി ഫോർ 40 days. You understand? Being filled in the Spirit. Now next 40 days fight. Right? അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയൊക്കെ നമ്മളെ നിറയ്ക്കുന്നത്? Not only to do miracles, not only to have any kind of gifts in our life. നമ്മളൊന്ന് പാടി, കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെയൊക്കെ എനിക്ക് തരണമേ. And this is something to strengthen you to fight the battle with the devil. പിശാചിൻ്റെ കൂടെ പോരാടാനായിട്ടുള്ള ധൈര്യം കൊടുത്ത് നിറച്ചാണ് കർത്താവിനെ അങ്ങോട്ട് വിട്ടത്. എന്നിട്ട് പറഞ്ഞു, ബീങ് ടെംപ്റ്റഡ് ഫോർ നെക്സ്റ്റ് 40 days by the devil. And in those days he ate nothing. Basically he was fasting, right? How many days? 40 days. 40 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും കഴിക്കാതെ വെള്ളം കുടിച്ച് കാണും അല്ലേ? അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, വെള്ളം കുടിച്ച് കാണും. ഓക്കെ, പക്ഷേ ഒന്നും കഴിച്ചില്ല. സോ ആഫ്റ്റർ 40 days has ended, he was hungry. അദ്ദേഹത്തിന് വിശന്നു. നോർമലായിട്ടുള്ള. അപ്പം ഒരു കാര്യം കാണിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനുള്ള ദൈവം തന്നെ ആയിരിക്കുമ്പോൾ തന്നെ he was having a human nature, right? So he was hungry, he was thirsty, he was having pain. ഇതൊക്കെ ഉണ്ടായിരുന്നു. So he was also hungry. He was not like a superhuman, like an angel where you don't feel hungry at all. He was really hungry, right? So വിശന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരാൾ അടുത്ത് വന്ന്. ആരടുത്ത് വന്നു? പിശാച് അടുത്ത് വന്നു. ഓക്കെ, പിശാച് 2 കൊമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്നു. അങ്ങനെയാണോ അവിടെ എഴുതിയേക്കുന്നത്? Can you read that verse please? അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എങ്ങനെയാ പിശാച് വന്നാന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. സോ വി ഡോണ്ട് നോ ദ ഡീറ്റെയിൽസ്. പക്ഷേ ഉൽപ്പത്തി നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉൽപ്പത്തി 3 പിശാച് എങ്ങനെയാണ് വന്നേ? പാമ്പിൻ്റെ രൂപത്തിൽ. ഓക്കെ,
വേറെ പലയിടത്തും നോക്കിയാലും പിശാചിന് ഒത്തിരി രീതികളുണ്ട് അടുത്ത് വരാൻ. വളരെ ബ്രൈറ്റ് ഐഡിയാസായിട്ട് നമ്മുടെ ചിന്തകളിൽ വരാം, ബ്രൈറ്റ് ഏജൻ്റായിട്ട് അടുത്ത് വരാം. മനസ്സിലായോ? ദർ ആർ സോ മെനി വേസ് ഹീ ക്യാൻ കം. സംടൈം ഹീ കംസ് ഓൾസോ ആസ് എ ഏജൻറ്റ് ഓഫ് ലൈറ്റ്. വെളിച്ചദൂതന്മാർ കേട്ടിട്ടുണ്ടോ? വെളിച്ചദൂതന്മാർ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും അസൽ കർത്താവിൻ്റെ ദാസനാന്ന് വിചാരിക്കും, പക്ഷെങ്കിൽ ഒന്നാം തരം പിശാചായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? സോ ഇറ്റ്സ് ഓൾ പോസിബിൾ. പക്ഷെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടില്ല. സോ വി ലീവ് ദാറ്റ്. ഓക്കെ, വി ഗോ ഫോർവേഡ്. ഇവിടെ പറയുന്നു ബട്ട് ഡെവിൾ വാസ് ടോക്കിംഗ് ടു ഹിം. പിശാച് ആരോട് സംസാരിക്കുന്നു? യേശു കർത്താവിനോട് സംസാരിക്കും. എന്താണ് സംസാരിച്ചത്? പറ. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തരാൻ. ആ വാക്ക് രണ്ടായിട്ട് നമുക്കങ്ങ് പിരിക്കാം. ഓക്കെ, ദ ഫസ്റ്റ് പാർട്ട്, നീ ദൈവപുത്രൻ എങ്കിൽ, ദ ഫസ്റ്റ് തിങ്, അണ്ടർസ്റ്റാൻഡ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഇഫ് യു ആർ സൺ ഓഫ് ഗോഡ്, റൈറ്റ്? If you are son of God, the next part of that is, he says, this is what you must do, whatever you must do. Many times, praise ആരങ്ങളെ, get this carefully in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായി കൊണ്ടുവരുന്ന ഡൗട്ട് ഇതാണ്, are you a child of God? പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ഇതാണ്, are you child of God? Now, കർത്താവ് യേശുക്രിസ്തുവിനോട് ഇത് പറയുമ്പോൾ പിശാചിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ആരോടാ പറയുന്നത്. പക്ഷെ കുറച്ച് മുമ്പ്, ഒരു പക്ഷേ ചില ദിവസങ്ങൾക്ക് മുമ്പ്, യേശു കർത്താവിൻ്റെ അടുക്കൽ ദൈവം കൊടുത്ത ഒരു അഷ്വറൻസ് ഉണ്ട്. എന്താണ് അഷ്വറൻസ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം കൊടുത്തൊരു അഷ്വറൻസ് ആണത്, അല്ലേ? 3-ാം അധ്യായത്തിൻ്റെ, അതെ, ലൂക്കോസിന്റെ 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യമാണ്. വായിച്ചാട്ട വാക്യം, വേഴ്സ് 22. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദത്താൽ യേശു കർത്താവിനെ ഉറപ്പിക്കുക. Don't worry, I'm telling you, I'm really pleased with you. You're my beloved son, in whom I'm well placed. Okay? 40 ദിവസം കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് തന്നെ കർത്താവിനെ ബൊമ്പാഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ എന്നാണെന്നറിയാമോ? Are you really a child of God? ദൈവത്തിൻ്റെ മകനാണോ നീ? Are you son of God? Are you son of God? നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ നമ്മളിതുപോലെ പെർപ്ലെക്സ്ഡ് ആയിട്ട് പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ ചോദിക്കും, am I really a child of God? പ്രിയ സാരങ്ങളെ, ഇവിടെയാണ് നമ്മളുടെ അഷ്വറൻസ് ദൈവത്തിൽ നിന്നുണ്ടാകേണ്ടത്. എന്താണ് ദൈവത്തിൽ നിന്നുള്ള അഷ്വറൻസ്? ഗോഡ്സ് വേർഡ് സേസ് that I am a child of God, and that is the assurance the Holy Spirit gives in my heart. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആ അഷ്വറൻസിന് മേളിൽ പിശാച് എന്ത് തന്നെ വന്ന് പറഞ്ഞാലും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാനായിട്ട് കഴിയണം, I am a child of God. Praise the Lord. സോ പിശാച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പലപ്പോഴും കൊണ്ടുവരുന്ന ഒരു ചോദ്യമാണ്, ഇഫ് യു ആർ എ സൺ ഓഫ് ചൈൽഡ് ഓഫ് ഗോഡ്. പക്ഷേ കർത്താവിനോട് പറഞ്ഞു, ഇഫ് യു ആർ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഐ യു റിയലി ഷുവർ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്? അപ്പം നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു തോട്ട് എന്നുള്ള നിലയിൽ ഒരു പക്ഷെങ്കിലും ഒരു ടെംപ്റ്റേഷൻ ആണെങ്കിലും, ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് ഇൻ അവർ ലൈഫ്, ഈ അവിശ്വാസത്തെ എന്താ വിളിക്കുന്നത്? നല്ല സ്വഭാവം എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം, അല്ലേ? ആൻ ഈവിൾ അൺബിലീവിങ് ഹാർട്ട്. അപ്പം കർത്താവായ യേശു ക്രിസ്തു ഈ ചിന്തയ്ക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും അടുത്ത ഭവിഷ്യത്ത്? ഇറ്റ് ബിക്കംസ് ആൻ ഈവിൾ അൺബിലീവിങ് ഹാർട്ട്. യു അണ്ടർസ്റ്റാൻഡ് വെയർ ഇറ്റ് ഈസ് ലീഡിങ് ടു? യു അണ്ടർസ്റ്റാൻഡ്? അപ്പം വളരെ സിമ്പിളായിട്ട് തോന്നും അങ്ങനെ ഒരു ഡൗട്ട്. ഇറ്റ് ഡസൻറ്റ് മീൻ ഒരു ചിന്ത വന്നപ്പോഴത്തേക്കും അങ്ങനെ ഒരു പാവം, അതല്ല. കണ്ടിന്യൂസ്ലി യു ബീങ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ലൈൻ, ഇഫ് യു ഗോ ഓൺ, യു സീ യു ഹാവ് എൻ ഈവിൾ അൺബിലീവിങ് ഹാർട്ട്. കർത്താവിനെ അവിശ്വസിക്കുന്ന നിലയിലുള്ള പല ചിന്തകളും നമ്മളുടെ മനസ്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു വ്യക്തികളായിത്തീരും.
പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും ജനിച്ച ഏതൊരു ദൈവവേദൻ്റെ ഹൃദയത്തിൽ ഒരു അഷ്വറൻസ് തന്നിരിക്കണം. എന്താണ് നമുക്ക് ദൈവം പരിശുദ്ധാത്മാവ് തരുന്ന അഷ്വറൻസ്? ദറ്റ് യു ആർ എ സൺ ഓഫ് ഗോഡ്, ദൈവമകനാണ് അല്ലെങ്കിൽ ഒരു മകളാണ് എന്നുള്ളൊരു അഷ്വറൻസ് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരണം. അതിൻ്റെ മേളിൽ ഇനി ആര് വന്ന് പറഞ്ഞാലും വി ഷുഡ് ഓവർ റൂൾ ദാറ്റ്. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടല്ലേ? ഓക്കെ. അപ്പം സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. അതെപ്പോഴും ഉണ്ടാകുന്നത് ബലഹീനമായ സാഹചര്യങ്ങളിലായിരിക്കും. എപ്പോഴെന്ന് പറഞ്ഞാൽ 40 ഡേയ്സായി ഭക്ഷണം കഴിച്ചു അറിയില്ല, 40 ദിവസമായി ഒരൊറ്റ ഓർമ്മയില്ല എന്നെ നോക്കാൻ, ഇത്രയും 40 ദിവസമായി ഒറ്റ ഒരുത്തരും വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല, ആരും സഹായിക്കാനില്ല. യു ഹാവ് സോ മെനി തോട്ട്സ് കമ്മിങ് ഇൻ യുവർ മൈൻഡ്. ആരും സഹായിക്കാനില്ല, ആരും നോക്കാനില്ല, പ്രാർത്ഥിച്ചിട്ടും ഫലമില്ല. ഒന്നിനൊക്കെ സമയത്തായിരിക്കും ചിന്തിക്കുന്നത്, ഞാൻ ദൈവമകനാണോ, ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ, ദൈവം ജീവിക്കുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഡൗട്ടുകളും ഒക്കെ വരുന്നത് ഈ സമയത്താണ്. അല്ലാതെ വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. ഉണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങളുള്ളപ്പോഴും ഒരു കാര്യങ്ങളും നടക്കാതൊക്കെ വരും. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടൊക്കെ നടക്കുമ്പോൾ ദർ ഇസ് നോ പ്രോബ്ലം. വി സേ പ്രൈസ് ദി ലോർഡ്, വണ്ടർഫുൾ. പക്ഷേ വെൻ വി തിങ്സ് ആർ നോട്ട് ഗോയിങ് റൈറ്റ്, വി ഓൾവേസ് ഹാവ് എ ഡൗട്ട്, ഈസ് റിയലി ഗോഡ് വിത്ത് മീ? ദൈവം എൻ്റെ കൂടെ ഉണ്ടോ? ദൈവത്തിൻ്റെ മകനാണോ മകളാണോ? അന്നെടുത്ത കർത്താവിനുള്ള തീരുമാനം ശരിയായിരുന്നോ? ഈ പറയുന്നതൊക്കെ ശരിയാണ് എന്നൊക്കെ ചോദ്യം. അപ്പം the first question, so Jesus was also being bombarded with this question. He said, are you റിയലി സൺ ഓഫ് ഗോഡ്? നീ യഥാർത്ഥത്തിൽ ദൈവമകനാണോ എന്നുള്ള ഒരു ചോദ്യത്തെക്കുറിച്ച്. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടുത്തെ ആവശ്യം എന്താണ്? ദൈവത്തിൻ്റെ ആവശ്യം എന്താണ്? സൺ ഓഫ് ഗോഡ് കമാൻഡ് ദിസ് സ്റ്റോൺ ടു ബിക്കം ബ്രെഡ്. വളരെ ലെജിറ്റിമേറ്റായിട്ടൊരു ചോദ്യമല്ലേ? വളരെ ലെജിറ്റിമേറ്റാണ്. എന്താ ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ 40 ദിവസം ഉപവാസം കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി കഞ്ഞി കുടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യുന്നത് തെറ്റാണോ? നിങ്ങൾ പറ, തെറ്റാണോ? അല്ല അല്ലേ? തെറ്റാണോ? അല്ല. കാരണം 40 ദിവസം ഉപവാസം കഴിഞ്ഞല്ലേ? ഈ 40 ദിവസം ഉപവാസം കഴിഞ്ഞ ശേഷം ക്ഷീണിച്ച കർത്താവായ യേശു ക്രിസ്തു ഒരു മിറക്കിൾ ചെയ്യുന്നത് തെറ്റാണോ? അപ്പാരൻ്റ്ലി ലുക്സ് ഇറ്റ്സ് ഓക്കെ. ബട്ട് കർത്താവായ യേശു ക്രിസ്തുവിനറിയാം ഈ ചിന്ത എവിടുന്നാണ് വരുന്നത്. കീപ് ദ നമ്പർ 40 ഇൻ യുവർ മൈൻഡ്. ഓക്കെ. എത്ര ദിവസം ഉണ്ടായിരുന്നു? 40 days. Keep this in your mind. Right? And where is he right now? ഇപ്പോൾ എവിടെയാണ്? വനാന്തരം അല്ലെങ്കിൽ ഇൻ ദ വിൽഡർനെസ്. റൈറ്റ്? ഓക്കെ. കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. നൗ ഇവിടെ ഈ കർത്താവായ യേശു ക്രിസ്തു ചോദ്യം ചോദിക്കുന്ന കാര്യങ്ങൾ വളരെ നോർമലായിട്ടൊരു കാര്യമാണ്. ബട്ട് ജീസസ് ഈസ് സേയിങ്, യു നോ, ഐ വാണ്ട് ടു പ്രൂവ് യു വൺ പോയിന്റ്. ഐ നോ എ ഈസോ. എനിക്കൊരു ഈസോയെ അറിയാം. അദ്ദേഹം അല്പം പായസത്തിന് ജ്യേഷ്ഠാവകാശത്തെ തള്ളിക്കളഞ്ഞ വ്യക്തി. എനിക്കൊരു ഡാനിയലിനെ അറിയാം. ഭക്ഷണത്തിനെ ത്യജിച്ച് ദൈവത്തിന് വേണ്ടി നിന്ന ഒരു ഡാനിയലിനെ അറിയാം. എനിക്കൊരു ജോസഫിനെ അറിയാം. തൻ്റെ ശരീരത്തിൻ്റെ വെൻ യു സേ ദ നീഡ്സ് ഹിയർ ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ബ്രെഡ്, ആവശ്യത്തിനുള്ള ഭക്ഷണം എന്ന് നമുക്ക് എന്ത് തന്നെ ആവശ്യങ്ങളും, അതാണ് നമുക്കതൊരു ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എല്ലാ ടെംപ്റ്റേഷനും എഴുതിയിട്ടില്ലാത്തതിൻ്റെ കാര്യം അതാ. ഈ ബ്രെഡിൻ്റെ അവിടെ യു പുട്ട് എനിത്തിങ് ഇൻ യുവർ ലൈഫ്. എ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി എനിത്തിങ്. ബ്രെഡ് എന്ന് പറഞ്ഞൊരു ബേസിക് നെസസിറ്റിയാണ്. അതിനി എന്തും ആവട്ടെ. ഒരു മനുഷ്യൻ്റെ ബേസിക് നെസസിറ്റി എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ബേസിക് നെസസിറ്റി ഓഫ് എ ഹ്യൂമൻ ബീങ്? എയർ, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ഉടുപ്പ് വേണ്ടേ, ക്ലോത്തിങ്, ഇത്രയേ ഉള്ളോ? സൈക്കോളജി പഠിച്ചവരൊക്കെ ഇത്രയേ ഉള്ളോ? ദീസ് ആർ ഓൺലി ദ ബേസിക് നീഡ്സ്. യെസ്. അപ്രീസിയേഷൻ, കമ്പാഷൻ. നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ യു ലൈക്ക് ടു ഗോ ബാക്ക് ടു ദാറ്റ് ഹൗസ്? നോ, റൈറ്റ്? നോബഡി അപ്രീഷിയേറ്റ് യു. എ ബിലോങ്ങിങ്, എ ഹോം, റൈറ്റ്? That's a basic necessity, right? When you go back home, nobody loves you. You don't want to go back home, right? So that's a need, right? അപ്പോൾ ഇതെല്ലാം ബേസിക് നെസസിറ്റീസ് ആണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ബേസിക് നെസസിറ്റീസ് ആണ് ഇതെല്ലാം. ഒരു മനുഷ്യന് ആവശ്യമാണ്. നമ്മളിപ്പോൾ ചർച്ചിൽ വരുമ്പോഴേക്കും നിങ്ങൾ ആരും കൈയൊന്നും തരുന്നില്ല, ആരും ഓക്കെ ബ്രദർ ഐ എം ഗോയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത ആഴ്ച വരുമോ?
എഴുതില്ല. പക്ഷെ വന്ന് എന്തുകൊണ്ട് ബ്രദറെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പം സന്തോഷമായി. വേറൊന്നും കൊണ്ടൊന്നല്ല, യു ഫെൽറ്റ് ലൈക്ക് എ ബിലോങ്ങിങ്, യു ഫെൽറ്റ് സംബഡി കെയർസ് ഫോർ യു. കറക്റ്റ്? സോ ദ ബേസിക് നെസസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പം ഞങ്ങൾ പഠിച്ചപ്പോൾ ആകെപ്പാടെ 3 എണ്ണേ ഉള്ളായിരുന്നു. ഈ ചോദ്യം എഴുതിയാൽ 3 എണ്ണം എഴുതിയത് എന്തൊക്കെയായിരുന്നു? വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും അല്ല. ഇപ്പം ബേസിക് നെസസിറ്റി എന്ന് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ബേസിക് നെസസിറ്റി. പക്ഷേ ഈ ബേസിക് നെസസിറ്റി എല്ലാം യു ക്യാൻ റീപ്ലേസ് ഇറ്റ് ദേ. ഈ പറയുന്ന കാര്യത്തിൽ യു ക്യാൻ റീപ്ലേസ് ഇറ്റ്. ഒരു എക്സാമ്പിളെ അവിടെ എഴുതിയിട്ടുള്ളെങ്കിലും ഈ ബേസിക് കാര്യങ്ങളിലൊക്കെ അവിടെയൊക്കെയുള്ളൊരു ചോദ്യം ഇതാണ്: ആ ബേസിക് നെസസിറ്റി നമ്മളുടെ ജീവിതത്തിൽ മീറ്റ് ചെയ്യുവാൻ നിങ്ങൾ യേശുവിനെ തള്ളിപ്പറയോ? നിങ്ങളുടെ ദൈവത്തെ തള്ളിപ്പറയോ? നയ്യോ വിത്ത് മീ? നിങ്ങളുടെ ബേസിക് നെസസിറ്റിയാണ്, വേറൊന്നുമല്ല. ലക്ഷറി അല്ല ചോദിക്കുന്നത്, ബേസിക് നെസസിറ്റി ഓഫ് എ മാൻ. അത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടേണ്ടതിനായി നിങ്ങൾ നിങ്ങളുടെ യേശുവിനെ തള്ളിപ്പറയുവോ? ഒരുപക്ഷെ ആരും നിങ്ങളെ തെറ്റ് പറയുകയില്ല. കാരണം ഇപ്പം നിങ്ങളുടെ ബേസിക് നെസസിറ്റിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃക എന്ന് പറയുന്നതാണ്. അവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ബട്ട് ഐ സീ ദറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് മൈ ലോർഡ്. തൻ്റെ ബേസിക് നെസസിറ്റീസിൻ്റെ മുമ്പിൽ ഹി സെഡ് നോ, ഐ വിൽ നോട്ട് ലിസൺ ടു യു ഡെവിൾ. ബേസിക് നെസസിറ്റീസ്, അഡ്വാൻസ് കാര്യമൊന്നുമല്ല. തൻ്റെ വെറും ഭക്ഷണം 40 ദിവസം കഴിഞ്ഞ് ഉപവാസം കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നത് ന്യായമായ കാര്യമാണ്. ആ ന്യായമായ ഭക്ഷണത്തെങ്കിൽ ഒരത്ഭുതം ചെയ്തതിനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, കർത്താവ് ഒന്നും പറയല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ദ ലോർഡ് നോസ് ഐ വിൽ നെവർ ലിസൺ ടു ദ ഡെവിൾ ഈവൻ അറ്റ് ദ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. I remember one brother came from not a Christian background. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വലിയൊരു ഓട്ടോ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പാർട്സൊക്കെ എടുത്ത് വിൽക്കുമായിരുന്നു. No, it's a basic necessity of life, no brother, because I have a lot of debt outside. എനിക്കൊത്തിരി കടമുണ്ട്. ആ കടം വീട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? I need money from somewhere. So what should I do? Little bit here and there. Okay. Do you think God will cover you? No? Right? You understand now where it is getting? അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ബേസിക് നെസസിറ്റീസ് ആണ് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ ഹെൽപ്പ് മീ ലോർഡ് ടു ബി ലൈക്ക് ജീസസ്. യേശു നിന്ന പോലെ നിൽക്കാൻ ദൈവമേ എന്നെ സഹായിക്കണേ. അവിടെയാണ് കർത്താവിൻ്റെ ചലഞ്ച് നമ്മുടെ ജീവിതത്തിലുള്ളത്. കാരണം ഈ ഹാവ് ലോട്ട് ഓഫ് എക്സാമ്പിൾ. ആൻഡ് ഈ സെഡ് നോ, ഈസോ സെഡ്, ഞാനിപ്പോൾ പായസം കുടിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. മരിക്കത്തൊന്നും ഇല്ലായിരുന്നു, ശരിക്കും പറഞ്ഞാൽ മരിക്കത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു മരിച്ചു, എനിക്കിനി എന്തിനാ ഈ ജ്യേഷ്ഠാവകാശം, forget it. And also even sexuality is also one of the basic needs of human beings if you're going to study it, right? മനുഷ്യൻ്റെ ആവശ്യമാണ്. Joseph can say, nobody cares for me, my father is not there, my mother is not there, my brothers have sold me, all these things have happened, now I'm in Egypt, who cares? Joseph said no. And Jesus said, I know this is the right stand you have taken. He said no means no. Basic necessity of life, not a luxury he's asking for. And this is where we learn from. Where did Jesus took this from? എവിടെ നിന്നാണ് കർത്താവിന് ഈ ഐഡിയാസൊക്കെ കിട്ടിയത്? നമ്മൾ വിചാരിക്കാൻ കർത്താവല്ലേ, ഇല്ലാണ്ട് ഇറ്റ്, റൈറ്റ്? പക്ഷേ കർത്താവിനെ കുറിച്ച് എന്താ പറഞ്ഞേ? അനുസരണം പഠിച്ചു, അല്ലേ? എബ്രായലേഖനം 5-ാമത്തെ നമ്മൾ വായിക്കുന്ന വാക്യമുണ്ടല്ലോ, വായിച്ചാട്ടെ. ഹീബ്രൂസ് ചാപ്റ്റർ 5, വേഗം വായിച്ച് ഇത്തിരി കാര്യം വായിക്കുന്നുണ്ട്. എടുത്തൊരു വേഗം വായിച്ചോ. ഹീബ്രൂസ് ചാപ്റ്റർ 5, 8-ാമത്തെ വാക്യം, 5:8. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. പുത്രൻ അനുസരണം പഠിക്കേണ്ട കാര്യമെല്ലാം ഉണ്ടോ? ഇല്ല. കാരണം ഹി ഈസ് ബേസിക്കലി ഗോഡ്, റൈറ്റ്?
പക്ഷേ he had to go through, when he is saying tempted and all those things, if you see in my Bible, it is also saying tested. Okay, tempted, tested, it can also കർത്താവിനെ കുറിച്ച് അതൊക്കെ പറയാൻ പറ്റും. So he was tested and he learned obedience. So he everywhere, so he was showing 100%, 100%, 100%, 100%. All the time he was going through that classes. Why? And that will give us, what is the answer he said? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് കൊടുത്ത മറുപടി നോക്കുമ്പോൾ നമുക്കറിയാം എവിടെ നിന്നാണ് കർത്താവിൽ നിന്ന് പഠിച്ചത്. വായിച്ചാട്ടെ, ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശുവിന്റെ ടെക്സ്റ്റ് ബുക്ക് ഏതായിരുന്നു? You see, when you write NEET exam and all those things, they say you should read CBSE books, correct? CBSE books, you should write CBSE, correct? See, when you write NEET exam, they say CBSE books വായിക്കണം എന്ന് പറയും. Okay. Jesus quoted from somewhere. Now we need to see, where did he quote from? He quoted from Bible, right? From the scriptures, right? Which part of it? From Deuteronomy. In the Bible, not nadukku ezhudittannu, so it's very easy. I'm not brilliant, but I'm just written there. So we go to Deuteronomy. ആവർത്തന പുസ്തകം 8-ാം അധ്യായം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം. Deuteronomy chapter 8, verse 2 and 3. വേഗം വായിച്ചാട്ടെ. നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ മനസ്സിലായ യേശു കർത്താവിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്തായിരുന്നു? ടെക്സ്റ്റ് ബുക്ക്? ഏത് ബുക്കായിരുന്നു? യേശു കർത്താവ് ഉള്ളപ്പം, യേശു കർത്താവ് ജനിച്ച സമയത്ത് ഈ ബുക്കിൻ്റെ പേര് ഇത് തന്നെയായിരുന്നു. എന്താ പുസ്തകത്തിൻ്റെ പേര്? പുസ്തകത്തിൻ്റെ പേരെന്താ? ഈ പുസ്തകത്തിൻ്റെ പേര് അല്ല, ബൈബിളല്ല, പെർട്ടിക്കുലർ ബുക്ക്. ആവർത്തനം. എന്താണ് ആവർത്തനം? റിപ്പീറ്റീഷൻ. എന്ത് റിപ്പീറ്റ് ചെയ്തു? ആര് റിപ്പീറ്റ് ചെയ്തു? കർത്താവല്ല, മോശ റിപ്പീറ്റ് ചെയ്തു. മോശ ആരോട് റിപ്പീറ്റ് ചെയ്തു? ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. ഒന്നുകൂടെ ആദ്യം തൊട്ട് റിവിഷൻ. യു ഹേർഡ് അബൌട്ട് റിവിഷൻസ്, റൈറ്റ്? എക്സാം ഒക്കെ അടുത്ത് വരുമ്പോഴത്തേക്ക് ലെറ്റ് us do റിവിഷൻ. ഓക്കെ, ലെറ്റ് us do റിവിഷൻ. ആദ്യം തൊട്ട് പഠിപ്പിച്ച് ഒന്നുകൂടെ പഠിപ്പിക്കുക. ഡ്യൂട്രോണമി ഈസ് നത്തിങ് ബട്ട് ആവർത്തനം. ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുക. ഐ ആം ഗോയിങ്. This is the final exam, kids. Get ready. Write the exam. These are the things that's going to come. So it's going to tell in nutshell. This is the final capsule. You write it. Okay? എന്നും പറഞ്ഞ് എഴുതി കൊടുത്താണ് ആവർത്തന പുസ്തകം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആവർത്തന പുസ്തകത്തിൽ പിന്നെയും പറഞ്ഞു കൊടുക്കുക. സി ഓൾ വാട്ട് ഹസ് ഹാപ്പൻഡ് വെൻ എക്സോഡസ്, നമ്പേഴ്സ്, ഇവിടെയൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും നടത്തുന്നതിന് നമ്മുടെ പോകുന്നതിന് തൊട്ട് മുമ്പ് ക്യാപ്സ്യൂളാക്കി പിന്നെയും പറഞ്ഞു കൊടുക്കുക. അതാണ് ആവർത്തന പുസ്തകം, റൈറ്റ്? അപ്പോൾ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ ഈ പദ്യം 8 എന്നുള്ള പുസ്തകം അന്നില്ലായിരുന്നു, കണ്ടിന്യൂസ് ആയിരുന്നു. ചുരുളല്ലേ? അപ്പോൾ കണ്ടിന്യൂസ് ആയിരുന്നു. എല്ലാ ദിവസവും കുറേശ്ശെ ഒരു വായിക്കുന്ന ഭാഗത്തിൽ യേശു കർത്താവ് അത് കൃത്യമായി നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ആ വായിച്ച ഭാഗം അതാണ് പിശാചിനോട് കോട്ട് ചെയ്തത്. മനസ്സിലായോ? ഇപ്പം നമ്മൾ വായിച്ച വാക്യം അതാണ് കോട്ട് ചെയ്തത്. ഇനി ആ ഭാഗം നമ്മൾ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാര്യം നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. വേഴ്സ് 2, 2-ാമത്തെ. ഞാൻ കുറച്ച് കാര്യം, 2 കാര്യം ഓർക്കാനായിട്ട് പറഞ്ഞായിരുന്നു. 2 കാര്യം. ഐ ടോൾഡ് യു ടു റിമെമ്പർ 2 things. വാട്ട് ഈസ് ദാറ്റ്? 40 days, then 2 പറഞ്ഞു. സെക്കൻഡ് വൺ, വേർ ഇറ്റ് ഇസ്, വനാന്തരം, wilderness, 2 things. I told you to remember 2 things. Can you read 8:2 and see these 2 words are there? ഈ 2 വാക്യങ്ങൾ അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയേ. ഉണ്ടോ? എത്ര ദിവസം ഉണ്ടായിരുന്നു? 40 ദിവസം. Where it is? വനാന്തരം, in the wilderness. Jesus Christ is telling, dear brothers and sisters, you have gone through 40 years. I am showing in 40 days how it should have gone into your life. നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പോകണമായിരുന്നു ഞാൻ കാണിച്ചു തരാം. 40 ദിവസം ഞാൻ നിങ്ങളോട് കാണിച്ച് ഇതേ വനാന്തരത്തിൽ ഞാൻ കാണിച്ചു തരാം എന്തായിരിക്കണം അവിടെ റെസ്പോൺസ്.
And Moses, when he wrote it, and he said, yeah, exactly. Moses പറഞ്ഞ പോലെ തന്നെയായിരിക്കണം response. That is what he again quoted back in Matthew or in Luke 4. It says, yeah, this is what it is written. Man shall not live by bread alone, but from every word that proceeds from the Lord. Now when we read this verse, what does that words mean? Meaning, നമുക്ക് ലോജിസ്റ്റിക് മാനേജർ ഇവിടെ ഉണ്ടല്ലോ, 6 ലക്ഷം പേര് 3 ദിവസം ഭക്ഷണം കൊടുക്കണമെങ്കിൽ എത്ര ട്രക്ക് ഭക്ഷണം വേണം? എത്ര വെയർ ഹൗസ് വേണം? അറ്റ്ലീസ്റ്റ് ഒരു 10-20 വേണോ അല്ലേ? വേണം. 40 വർഷം തീറ്റി പോറ്റണമെങ്കിലോ 6 ലക്ഷം പേര്, ഇറ്റ്സ് ഓൺലി മെൻ. ബാക്കി ക്യാൻ യു ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്? എത്ര ട്രക്സും എത്ര ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിലാണ് ഇത്രയും പേർക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റണേ? ഫർഗെറ്റ് അബൌട്ട് ലഞ്ച്, ഡിന്നർ ആൻഡ് ഓൾ ദാറ്റ്, റൈറ്റ്? വലിയ ബുദ്ധിമുട്ടല്ലേ? നൗ ജസ്റ്റ് ഇമാജിൻ, റിമെമ്പർ, ലോർഡ് ഫെഡ് ദം ഇൻ 40 years. എന്തിനു വേണ്ടിയാണെന്നറിയാം മോനെ? One thing is to follow on the word of God. The other thing is to follow on your brain. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം, ആ വചനം പറഞ്ഞു. മോശ പറഞ്ഞു നടന്നു മുമ്പോട്ട് പോയി, ഞാൻ പൊറ്റിക്കോളാം എന്ന് പറഞ്ഞു. മോശക്കനെ കല്ലേറൊക്കെ കിട്ടാനുള്ള ഒത്തിരി സാധ്യതയുണ്ട്. ബിക്കോസ് ഹി ഹിംസെൽഫ് ഡു നോട്ട് നോ വാട്ട് ഈസ് ഹി ഗോയിങ് ടു ഡു. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ചെയ്യണമെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന് യാതൊരു പിടിയില്ല. മാവൊക്കെ വെട്ടെന്ന് തീരും, ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ആർക്കും അറിയില്ല. And then he believed on the word of God. ആരാ പറഞ്ഞേ? കർത്താവ് പറഞ്ഞു. കർത്താവ് ചെയ്യും. കർത്താവ് പറഞ്ഞു, better than all what the words, all the things what we know, believe on God's word. So here, if you read verse 8-2, you shall remember that the Lord your God led you all the way these 40 years in the wilderness to humble you, to test you, to know what was in your heart, whether you would keep the commandments or not. He humbled you, allowed you to hunger. സോ കർത്താവിന് അറിയാമായിരുന്നു. കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബുദ്ധിമുട്ടൊക്കെ അവരുടെ ജീവിതത്തിൽ കൊടുത്തത്, അല്ലാതെ അറിയാതൊന്നുമല്ല. ആൻഡ് ഫെഡ് യു വിത്ത് മന്ന വിച്ച് യു ഡിഡ് നോട്ട് നോ, നോർ ഡിഡ് യുവർ ഫാദേഴ്സ് നോ, ദാറ്റ് ഹീ മൈറ്റ് മേക്ക് യു നോ വാട്ട് ഇസ് എ ക്ലാസ്, വാട്ട് ഇസ് എ അൾട്ടിമേറ്റ് എയിം, ദാറ്റ് യു മൈറ്റ് നോ വാട്ട് ദ മാൻ ഷാൽ നോട്ട് ലീവ് by bread alone, but the man lives by every word that proceeds from the mouth of the Lord. ഈ 40 വർഷം ഇങ്ങനെ നടത്തിയതിന് ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്താണ് ഉദ്ദേശം? ഒരു ലെസൺ പഠിക്കണം. എന്താണ് ലെസൺ? 4:8-3 വായിച്ച്, 8:3 വായിച്ച്. വാട്ട് ഈസ് എ ലെസൺ? അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന്, that you may know that this is how you must live. Hallelujah. And that is the reason Christians are different people. We are not looking by all the possibilities, calculated. No. We go by the word of God. Praise the Lord. That is a different life. That's a different life. ലോകത്തിലെ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അവർക്ക് പറ്റത്തില്ല, കാരണം അവർക്ക് അങ്ങനെ ഒരു ദൈവമില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 40 വർഷം കൊണ്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. മോനെ, രാവിലെ എഴുന്നേറ്റാൽ പിള്ളേർ പറയും മന്ന ഉണ്ട്, എല്ലാ ദിവസവും മന്ന ഉണ്ട്. ഒരു ദിവസം പോലും മുടങ്ങിയില്ല, എല്ലാ ദിവസവും അവർക്ക് മന്ന കൊടുത്തു. പിള്ളേരുടെ മനസ്സിൽ എഴുതി കിട്ടി, there is God who provides this manna every day. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ഒരു കാര്യം എഴുതി കിട്ടണം, നമ്മുടെ മനസ്സിൽ എഴുതി കിട്ടണം. എന്താണെന്നറിയോ? there is a God who works in uncertainties. There is a God who works out of nothing. There is a God who can do things which beyond our imagination, which neither you nor your fathers, none of you know how this came. ഇത് എവിടുന്നാ വന്നതെന്നും എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. And you have never seen it in your life. Praise the Lord. And so that the end of this 40 years, your kids, you should know one lesson, that God will lead you regardless of all the possibilities in your mind you can think of. Praise the Lord. Did they learn or not? That's a different question.
ജോഷുവയും കൂട്ടരും ജീവിച്ചിരുന്ന കാലത്തോളം അവർ യഹോവയെ സേവിച്ചു. അല്ലേ? കാരണം എന്നറിയാമോ? ഓരോ ദിവസവും രാവിലെ ഈ ക്ലാസ്സാണ്. ഈ ക്ലാസ് ഇങ്ങനെ പിന്നെയും പിന്നെ എന്തിനാ സൗര റിപ്പീറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നല്ല. അതെ, ദിസ് വൺ തിങ് ഇൻ യുവർ ഹാർട്ട്. വാട്ട് ഡസ് ദിസ് സേ? ഡിയർ ഡെവിൾ, റിമെമ്പർ വൺ തിങ്. ഐ എം നോട്ട് ഗോയിങ് ടു ലിസൺ ടു യു. I know a God who will provide for my food after my fasting, regardless of what you say. He knows what to do. And even if He doesn't send it, I don't care because I trust Him. And that is faith. Praise the Lord. ഇത് പഠിപ്പിക്കാനാണ് പ്രിയ സഹോദരങ്ങളെ അവരെ താഴ്ത്തി ഭക്ഷണം കൊടുക്കാതെയൊക്കെ ഇരുന്ന്. എന്തിനാണെന്നറിയാമോ? കുറേ കഴിയുമ്പം, കുറേ ദിവസങ്ങൾ കഴിയുമ്പം they'll go to a better place. ചിലരോട് ഇപ്പം എന്നോടൊക്കെ ചെന്നിട്ട് എന്നോട് പറയാണ്, ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇവിടുത്തെ കണക്ക് വെച്ച് പറഞ്ഞാൽ ഒരു 40 റിയാലിനൊരു ഓറഞ്ച് ജ്യൂസ് തന്നു കഴിഞ്ഞാൽ, ഈ ക്യാൻ 40 റിയാലിൻ്റെ ഓറഞ്ച് ജ്യൂസ്. ഹൗ മച്ച് ഇസ് ഓറഞ്ച് ജ്യൂസ് നൗ? ഐ തിങ്ക് 7 റിയാൽ 8 റിയാൽ നോർമൽ. റൈറ്റ്. പക്ഷേ ചില റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ 40 റിയാൽസ് കൊടുത്താൽ അവർ ഓറഞ്ച് ജ്യൂസ് തരത്തുള്ളൂ. അത് കുടിക്കുമ്പം എനിക്കൊരു വിഷമം ഉണ്ടാവും. പക്ഷേ പിള്ളേർക്ക് അതുണ്ടാകത്തില്ല. ഉണ്ടാവൂ? യു ഡോണ്ട് കെയർ. ഐ മീൻ യു ഡ്രിങ്ക് 40 റിയാൽസ്, ദാറ്റ്സ് ഫൈൻ മാൻ. ഫാദർ പേയ്സ്. കറക്റ്റ്? യു ഡോണ്ട് ഫീൽ ഇറ്റ്. ബട്ട് ഐ ഫീൽ ദ പെയിൻ. വൈ? 7 ചിലപ്പോൾ 2 റിയാലിന് നമ്മൾ നാട്ടിൽ കുടിച്ച സാധനം ഇതിന് 40 റിയാൽ കൊടുക്കുമ്പോൾ നമുക്കൊരു വേദനയുണ്ടല്ലേ? കറക്റ്റ്? യു അഗ്രി വിത്ത് മീ? റൈറ്റ്? യു അഗ്രി. യു ലേൺ ദി ഹാർഡ് മെത്തേഡ്. കർത്താവ് വരെ എല്ലാ ദിവസവും ട്രെയിൻ ചെയ്തു. എന്നാന്നറിയാമോ? നാളെ നിൻ്റെ 40 റിയാൽ തരുമ്പം നിൻ്റെ ദൈവത്തെ മറക്കല്ല. യു അണ്ടർസ്റ്റാൻഡ്? യു വിത്ത് മീ? യു അണ്ടർസ്റ്റാൻഡ്? 40 റിയാൽ ഞാൻ നിൻ്റെ തരും. തന്നാൽ നിൻ്റെ ദൈവത്തെ മറക്കോ? And that's what exactly here it says. He says, verse 4, 4ാമത്തെ വാക്യം, For the Lord your God is bringing you to a good land where you have everything. I'm sure നിങ്ങൾക്കൊക്കെ 100 റിയാൽ കൊടുത്തിട്ടും കഴിക്കാനുള്ള അവസ്ഥയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവം നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ച രീതി ഡിഫറെൻ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ അവിടെ ചെല്ലുമ്പോഴും നിങ്ങളുടെ മനസ്സിലോർക്കും, കർത്താവേ, ഒരു കാലം ഉണ്ടായിരുന്നു. ഫോർ മീ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഈറ്റ് ദിസ് മീൽ. റൈറ്റ്? യു ഓൾവേസ് വിൽ താങ്ക് ദ ലോഡ് ഫോർ ദാറ്റ്. പക്ഷേ കർത്താവ് അത് പറയുന്നത്. പക്ഷേ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ വാക്യങ്ങൾ താഴോട്ട് നിങ്ങൾ വായിക്കണം. വാട്ട് ഈസ് ദ ലാൻഡ്? ദ ലാൻഡ് ഈസ് ഫുൾ ഓഫ് വീറ്റ് ആൻഡ് ബാർലി and wine and fig trees, pomegranates, land of olive oil, honey, and the land in which you eat bread without scarcity, in which you lack nothing. അന്ന് അവിടെ മന്നയുടെ ഒന്നും ആവശ്യമില്ല. A land whose stones are of iron and out of whose hills you can dig copper. When you have eaten and are full, you shall bless the Lord your God for the good land which he has given you. 10ാമത്തെ വാക്യം, verse 10. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പഴയ കാലത്ത് അതിന് ശേഷം ഇന്ന് നിങ്ങളിത് കഴിക്കുമ്പോൾ, സേ ലോർഡ്, ഐ താങ്ക് യു. വൺസ് ഐ വാസ് നോട്ട് ഏബിൾ ടു അഫോർഡ് ഇറ്റ്. ടുഡേ ഐ ക്യാൻ അഫോർഡ് ദിസ്. പ്രൈസ് ദി ലോർഡ്. ഐ താങ്ക് യു. ഹു ഹാസ് ഗിവൻ ഇറ്റ്? ദി ലോർഡ് ഹാസ് ഗിവൻ ഇറ്റ്. പ്രൈസ് ദി ലോർഡ്. ഐ റിയലി താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. And then verse 11, 15ാമത്തെ വാക്യം, Beware that you do not forget the Lord your God. Verse 11. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിക്കുവാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കുവാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നുമേറി നിനക്കുള്ളത് ഒക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കുവാനും നിന്നെ അടിമവീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കുവാനും സൂക്ഷിച്ചു കൊള്ളണം. This is the warning
What is the warning? That don't forget you had a past where the Lord has done, what the Lord has done in your life. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം. ഞാൻ ഒരു സമയത്ത് വി നോ എ ഫാമിലി, അവരുടെ പിള്ളേർ ഷൂവിൻ്റെ വില അറിയത്തില്ല. അവർ യൂസ് ചെയ്തിട്ട് ഇഷ്ടമില്ലാത്ത ഷൂ, നല്ല വിലയുള്ള ഷൂകൾ അവർ കത്തിച്ച് കളയും. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? ബിക്കോസ് അവൻ പറയുന്നത് എനിക്കിട്ടിട്ട് ഇനി എൻ്റെ ഷൂ വേറെ ആരും ഇടണ്ട, നല്ല വിലയുള്ള ഷൂകളാണ്, ഇഷ്ടപ്പെടുന്നില്ല, അത് കഴിഞ്ഞ് ഞാൻ കുറച്ചിട്ടു, ഞാൻ കത്തിച്ച് കളയാം. വൈ ഈസ് ഏബിൾ ടു ഡു ഇറ്റ്? ബിക്കോസ് യു ഡോണ്ട് നോ പേരൻസ് എന്തായിരുന്നു കഷ്ടപ്പെട്ടതെന്നുള്ളൊരു കാര്യം. ഇപ്പം കർത്താവ് നമ്മളോട് പറയുന്ന ഓരോ ജീവിതത്തിലെ കാര്യങ്ങളിലും, സീ ദ ലോർഡ് ഹാസ് ലെഡ് ത്രൂ അസ് മെനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇൻ അവർ ലൈഫ്. കർത്താവ് പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. മോശ അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ വരുന്ന വഴിയിൽ എന്തുണ്ടായിരുന്നു? സർപ്പങ്ങളുണ്ടായിരുന്നു. അല്ലേ? ആ വാക്യാനത്ത് വായിച്ചായിരുന്നോ? ഈ വിൽഡർനെസ്സിൻ്റെ പ്രത്യേകത, ദാറ്റ്സ് വാട്ട് ഐ സെഡ് ദിസ് തമിഴ് ട്രാൻസ്ലേഷൻ ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് യു സീ ദാറ്റ് അവിടെ പറഞ്ഞ് എന്തുണ്ടായിരുന്നു? അഗ്നിസർപ്പങ്ങൾ. There's a fiery serpents was there. And then what else is there? Scorpions. തേളുകളുണ്ടായിരുന്നു. പക്ഷേ ഈ തേളുകളോ ഈ സർപ്പങ്ങളോ ഒന്നും തന്നെ ഈ 40 വർഷം ഇവരെ കടിക്കുന്ന ചില പർട്ടിക്കുലർ ഈവൻറ്റുകളുണ്ട്, അതല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഇവർക്കൊന്നും സംഭവിച്ചില്ല. അവരുടെ വസ്ത്രം പോലും ജീർണിച്ചു പോയില്ല. അവരുടെ കാല് 40 വർഷം നടന്നിട്ടും വീങ്ങിയില്ല. ദാറ്റ് ഈസ് എ സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത 40 years നടന്നിട്ടും കാല് ഇൻടാക്റ്റ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് സ്പെഷ്യൽ പ്രൊവിഡൻസ്. പ്രിയസാരങ്ങളെ, നമ്മൾ കടന്നുപോയിച്ച് തിരിച്ചു വന്ന് ക്ഷേമമായിട്ട് വീട്ടിൽ വന്നത് നമ്മുടെ കഴിവല്ല, അത് ദൈവത്തിൻ്റെ കരുണയാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പോയേച്ച് സ്ട്രെയിറ്റായിട്ട് തിരിച്ചു വരുമ്പോൾ ഈ വഴിയിലുള്ള സർപ്പങ്ങളുള്ളപ്പോഴും കടികൊള്ളാതെ തിരിച്ചു വീട്ടിൽ വരുന്നത് ദൈവത്തിൻ്റെ കരുണയാന്നുള്ള പ്രൊട്ടക്ഷനാന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. 40 years വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കാര്യങ്ങളൊക്കെ സുഭിക്ഷമാണ്, എല്ലാം സർപ്ലസ് ആണ്, ഒക്കെ ഉണ്ടപ്പം അവൾക്ക് വിചാരിക്കണം, എന്താണ് നിങ്ങൾക്ക് സംഭവിക്കാനുള്ള കാര്യം? യു വിൽ ഫൊർഗെറ്റ് യുവർ ഗോഡ്. നിൻ്റെ ദൈവത്തെ നീ മറക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിൻ്റെ ദൈവത്തിന് ഏറ്റവും മിനിമമായിട്ട് കൊടുക്കാനായിട്ടും ബാക്കിയൊക്കെ ബേർഡനാണ്. കർത്താവിനെ സേവിക്കണം, അതൊക്കെ ബേർഡനാണ്, ഒക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഡോണ്ട് ഫൊർഗെറ്റ് ദാറ്റ് യു ഹാഡ് എ പാസ്റ്റ് ഇൻ വിച്ച് യു വർ സ്ലേവ്സ്. God is reminding them. And then he says, you say in your heart, my power and the might of my hands have gained me this wealth. I'm smart, that's why. No, it was not your smartness. It was the Lord who stood by you. Why? Go and read chapter 9. He says, you think that God bought you because you are righteous, and it says that you are not righteous. നിങ്ങൾ നീതിമാന്മാരല്ല, എൻ്റെ നീതിയാണ് ഞാൻ, അതുകൊണ്ടാണ് നിങ്ങളെ അവിടെ കൊണ്ടുവന്നത്. You go and read chapter 9 and you understand that. What does it mean? It says, Lord reminds them, God's word, ആ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൽ ആശ്രയമാണ് ഇമ്പോർട്ടൻ്റ്. ബാക്കി കാര്യങ്ങളെല്ലാം അല്ല നിന്നെ നടത്തിയെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മുന്നിൽ. പിശാചിനോട് പറയും, പിശാചെ, ഞാൻ ഒരു കാര്യം 40 വർഷം കൊണ്ട് പഠിച്ചു. ഒരു കാര്യം എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രസ്റ്റ് ഗോഡ്, rest all will follow. Hallelujah. Trust God. അപ്പോൾ ഈ 40 വർഷം കൊണ്ട് ഇവരെ പഠിപ്പിച്ച ഈ ലെസൺ ഇതായിരുന്നു. എല്ലാ ദിവസവും ഈ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം, വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. And that is important. And on that, the world is getting created. ആ വചനത്തിൻ്റെ മേളിലാണ് ഭൂലോകം മുഴുവനും സൃഷ്ടിച്ചതെങ്കിൽ ആ വചനം മാത്രം മതി ഒരു വ്യക്തിയെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. And that is faith in God's word. The Lord says to devil exactly the same. പിശാചിനോട് പറഞ്ഞ വാക്ക് 8:3 ഒന്നുകൂടെ വായിച്ച്. So he humbled you, allowed you to hunger. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും
ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. അപ്പം ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവ് കോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കർത്താവ് കോട്ട് ചെയ്യുന്നൊരു വാക്ക് ഇതാണ്. സി devil, you have to understand one thing. What is that? Is that it is not by bread but by the word of God. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ മുമ്പോട്ട് നടത്തുന്ന പ്രിയ സഹോദരങ്ങളെ. ആ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇന്നൊരു പക്ഷെങ്കിൽ ലാഘവത്തോടു കൂടെയാണ് നമ്മൾ ആ കാര്യങ്ങളെ കാണുന്നതെങ്കിൽ you say, so what? And if you read chapter 8 verse 19, ദൈവം വളരെ മനോഹരമായ സ്ഥലങ്ങൾ, വളരെ മനോഹരമായി. I want to tell you even to my kids, all my kids, and also to young folks. I want to talk to the people who walk with the Lord for all these days. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. കർത്താവ് എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു ക്രിസ്തുയേശുവിൽ. ഇറ്റ്സ് വണ്ടർഫുൾ. ബട്ട് ദെൻ ദ വാർണിംഗ് ഈസ് ദാറ്റ് don't forget him. Don't forget him. It is not we who got all these things. അപ്പം ഈ ഒരു കൺഫെഷനാണ് പിശാചിൻ്റെ മുമ്പിൽ കർത്താവ് കൊടുത്തത്. ആ ഒരു കൺഫെഷൻ എന്താണെന്ന് ലെറ്റ്സ് ഗോ ബാക്ക് ടു നൗ ലൂക്ക് ചാപ്റ്റർ 4. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കർത്താവ് കാര്യങ്ങൾ പഠിച്ചത് നമുക്ക് മനസ്സിലായി. വളരെ സീരിയസ് ആയിട്ട് കർത്താവ് ദൈവവചനം പഠിക്കുന്നതിൻ്റെ കാര്യം മനസ്സിലാകും. ഈ ഒരു അധ്യായത്തിൽ നിന്നാണ് കർത്താവ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് പിശാചിനോട് സംസാരിച്ചിട്ട് എന്നോട് പറയുന്ന വേഴ്സ് 4 ഇങ്ങനെ, ബട്ട് ജീസസ് ആൻസേർഡ് ഹിം സെയിങ്, I have no doubt about my God. Man shall not live by bread alone, but by every word of God. ആ ദൈവത്തിൻ്റെ വചനം, that's enough. And that God's word says, മനെ ഞാൻ നിന്നെ പുലർത്താം. Who says? Not me. It's God's word. And the Lord is the one holding me. And as long as it is God's promise, I can just believe that. And whenever devil comes and tells in your mind something, എവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പോസിബിലിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലെജിറ്റിമേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ബേസിക് നീഡ്സ് ഓഫ് ദ ലൈഫ്, പല മേഖലകളായിരിക്കും നമ്മളുടെ ജീവിതത്തിലുള്ള. പക്ഷേ ആ മേഖലകളിലൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പിശാച് നമ്മളെ വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും ദാറ്റ് ഐ യു റെഡി ടു ഫൊർഗെറ്റ് യുവർ ഗോഡ്? നിൻ്റെ ദൈവത്തെ നിനക്ക് തള്ളിക്കളയാൻ ഐ യു ഓക്കെ വിത്ത് ദാറ്റ്? അവർ ആൻസർ ഷുഡ് ബി എക്സാക്ട്ലി വാട്ട് ജീസസ് സെഡ്. യേശു പറഞ്ഞ അതേ മറുപടി ആയിരിക്കണം നമുക്കും പിശാചിനോട് പറയണം. ഐ ഹാവ് നോ ഡൗട്ട് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഐ ഹാവ് നോ ഡൗട്ട്. And I believe every word of God's word is better than any kind of logistic arrangements or any kind of facilities or knowledge or wealth or whatever the world can provide. ഇതെല്ലാം ഒരു സൈഡിൽ നിന്നാലും ദൈവവചനം alone is enough, and that's what I trust. Praise God. And that was a confession of Jesus in front of devil, and that's what he overcame him. പിശാചിനെ ജയിച്ചത് ആ ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിലും കർത്താവ് പറയുന്നത് നമ്മളുടെ വളരെ ബേസിക് നീഡ്സ് അവിടെയൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ, ഞാൻ പറയട്ടെ, ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് പാവം ചെയ്യാനുള്ള സാധ്യതകൾ, നമ്മുടെ ഭക്ഷണത്തിനുള്ള ബന്ധത്തിൽ, പൈസയുള്ള ബന്ധത്തിൽ, ഇതൊക്കെ വളരെ ബേസിക് നീഡ്സാണ്. ഈ ബേസിക് നീഡ്സിന് മുമ്പിൽ ചെന്ന് പാവത്തിൽ വീഴാനുള്ള വലിയ സാധ്യതകളുണ്ടാകുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞെ, ഇഫ് യു ഹാവ് ടു വാക്ക് എ ടൈറ്റർ വാക്ക്, അല്പനേരം കൂടെ 40 ദിവസം നീ ഉപവസിച്ചിരുന്നു, ശരിയാണ്, ഇനി ഒരു ചില മണിക്കൂറുകളുടെ നീ ഒന്ന് ഉപവസിക്കേണ്ടി വന്നാലും അത് സാരയില്ല എന്ന് എണ്ണുക എന്നുള്ള ഒരു തീരുമാനം. യു അണ്ടർസ്റ്റാൻഡ്? ഒരല്പം നേരം കൂടെ ഉള്ളായിരുന്നു. 40 days and it's done, and he definitely ate food after that. പക്ഷേ ചില സമയത്ത് യേശാവിനെ സംബന്ധിച്ച് ചില മണിക്കൂറുകൂടെ ഉള്ളായിരുന്നു. യു കുഡ് ഹാവ് ഗോട്ട് ഇറ്റ്. പക്ഷേ ആ ഒരു എക്സ്ട്രാ ഒരു സ്മോൾ ടൈമിൽ നമ്മൾ വി ഗേവ് ദ ഡെവിൾ എ ചാൻസ്. കർത്താവ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. This is why I overcame 40 days, same type of wilderness. Chances are there to complain against God. ഒക്കെയുള്ള സാധ്യതകൾ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പം ഞാൻ കാണിച്ച മാതൃക നിങ്ങൾ കണ്ടോ? എങ്ങനെയാണ് ഞാൻ ജയിച്ചത്? ഞാൻ പിശാചിനോട് പറഞ്ഞു, പിശാചെ, നീ പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ, ദൈവവചനം എന്തു പറയുന്നു അതുപോലെ ഞാൻ ചെയ്യൂ. ആ ഒരു കൺസിസ്റ്റൻസി നമ്മളോടും കർത്താവ് പറയാം. ഹാവ് ദാറ്റ് കൺസിസ്റ്റൻസി. കർത്താവിനെ ഈ കാര്യം കാണിച്ചു തരാം. ഇറ്റ്സ് സോ സിമ്പിൾ. But the Lord said, every temptation കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് is for our example. കർത്താവ് ഓവർകം ചെയ്തതുപോലെ
നമ്മളെയും നമ്മുടെ മൂത്ത സഹോദരനായ കർത്താവ് നമ്മളെ ഉത്സാഹിപ്പിക്കുക. നമ്മുടെയും സാഹചര്യങ്ങൾ അങ്ങനെ വരുമ്പം ബി ആൻ ഓവർകമർ. അവൻ ജയിച്ചതുപോലെ നമ്മളും അവൻ്റെ കൂടെ നിൽക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.